ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 78ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാജ്യത്തിന്റെ ശ്രദ്ധാഞ്ജലി. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജ്ഘട്ടിലെത്തി ഗാന്ധിജിക്ക് ആദരം അർപ്പിച്ചു. ആഗോള സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും രാജ്യം അതിവേഗം മുന്നേറുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറ്റന്നാൾ പാർലമെന്റിൽ അവതരിപ്പിക്കും. അസമിലെ ദിബ്രുഗഡിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കാൻ ഇന്നുകൂടി അവസരം. ഇന്ത്യ ന്യൂസിലൻഡ് ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ തിരുവനന്തപുരത്ത്. ഇന്ത്യയ്ക്കും യൂറോപ്യൻ യൂണിയനുമിടയിലെ സ്വതന്ത്ര വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്ത് UN മേധാവി ആന്റോണിയോ ഗുട്ടറസ്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 78ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം. ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന ന്യൂഡൽഹിയിലെ രാജ്ഘട്ടിൽ ഇന്ന് സർവ്വമത പ്രാർത്ഥന നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധിക്ക് ആദരം അർപ്പിച്ചു. വികസിതവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായുള്ള സ്വദേശി പ്രസ്ഥാനത്തിന് ഗാന്ധിജി എക്കാലവും പ്രാധാന്യം നൽകിയിരുന്നതായി പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഗാന്ധിജിയുടെ വ്യക്തിത്വവും പ്രവർത്തനങ്ങളും ജനങ്ങളെ കർത്തവ്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ പ്രചോദിപ്പിക്കുന്നുവെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഇന്ന് അനുസ്മരണ പരിപാടികൾ നടക്കുന്നുണ്ട്. ആദരസൂചകമായി 2 മിനിറ്റ് നേരത്തെ മൌനാചരണവും ഇന്ന് നടന്നു. പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ രാജ്യത്തെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ സ്ഥിരതയോടും ലക്ഷ്യബോധത്തോടും മുന്നോട്ടു പോകുന്നതിന്റെ തെളിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള വെല്ലുവിളികൾക്കിടയിലും രാജ്യം അതിവേഗം മുന്നേറുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയുടെ ശക്തി, വളർച്ച, നവീകരണം, സമഗ്ര വികസനം എന്നിവയ്ക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ തുടർച്ചയായ ശ്രമങ്ങളെ സാമ്പത്തിക സർവേ പ്രതിഫലിപ്പിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ബജറ്റിന് മുന്നോടിയായാണ് ഇന്നലെ 2025-26 സാമ്പത്തിക സർവേ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വച്ചത്. മറ്റന്നാളാണ് കേന്ദ്ര ബജറ്റ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാവിലെ 11-ന് ബജറ്റ് അവതരിപ്പിക്കും. ശ്രീമതി സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന 9ാമത്തെ ബജറ്റ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഇന്ത്യയുടെ പ്രതീക്ഷിത സാമ്പത്തിക വളർച്ചാ നിരക്കിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ. സാമ്പത്തിക സർവേയിൽ പ്രവചിച്ചിരിക്കുന്ന വളർച്ചാ നിരക്ക് ഇന്ത്യ കൈവരിക്കുമെന്ന ശുഭപ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. If you want to be Viksit Bharat by 2047, then this kind of facility, this kind of skilling effort, this kind of devotion of people who run facilities like this is very important. Skilling our population in India is going to be very important. You have 12 million young people becoming ready for a job every year. If you skill them the right way, then you can get them the opportunity to work in a state, in a city, in a village, in another town, and in countries overseas. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയിലെ അടിസ്ഥാന സൌകര്യ മേഖലയിൽ നടന്ന നിക്ഷേപങ്ങൾ പ്രശംസനീയമാണെന്നും ലോകബാങ്ക് പ്രസിഡന്റ് പറഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ നൈപുണ്യ പരിശീലനം 2047 വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലെത്തുന്നതിൽ പ്രധാനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അസമിലെ ദിബ്രുഗഡിൽ നിരവധി വികസന പദ്ധതികൾക്ക് അല്പസമയം മുൻപ് തുടക്കം കുറിച്ചു. അസം നിയമസഭയുടെ 2ാം മന്ദിര സമുച്ചയം, MLA ഹോസ്റ്റൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈൽഡ് ലൈഫ് ഹെൽത്ത് ആൻഡ് റിസർച്ച് എന്നിവയുടെ ശിലാസ്ഥാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർവഹിച്ചു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ശ്രീ അമിത്ഷാ ചടങ്ങിൽ ആദരം അർപ്പിച്ചു. 35,000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്യാധുനിക സ്റ്റേഡിയത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനവും 2ാം ഘട്ടത്തിന് തറക്കല്ലിടലും ശ്രീ അമിത്ഷാ നിർവഹിച്ചു. കായിക മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി നരേന്ദ്രമോദി സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചതായി അദ്ദേഹം പറഞ്ഞു. യുവ കായിക താരങ്ങൾക്ക് സർക്കാർ എല്ലാ പിന്തുണയും നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. ഗുവാഹത്തിയിൽ BJP ആസ്ഥാനത്ത് പാർട്ടി പ്രവർത്തകരുമായി അദ്ദേഹം ഇന്ന് വൈകുന്നേരം സംവദിക്കും. ഭരണ സജീവതയും സമയബന്ധിതമായ പദ്ധതി നടപ്പാക്കലും ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പ്രഗതി സംരംഭം 50 യോഗങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. സുപ്രധാന അടിസ്ഥാന സൌകര്യ പദ്ധതികളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളും പരാതികളും തത്സമയം നിരീക്ഷിച്ച് പരിഹാരം കണ്ടെത്തുന്നതിൽ പ്രഗതി പോർട്ടൽ നിർണായക പങ്ക് വഹിക്കുന്നു. ജൽശക്തി മന്ത്രാലയത്തിന്റെ വിവിധ പദ്ധതികളുടെ നിർവഹണത്തിൽ പ്രഗതി പ്ലാറ്റ്ഫോം വളരെയേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
കേന്ദ്ര ജലവിഭവ വകുപ്പിന്റെ 2,86,343 കോടി രൂപയുടെ 93ഓളം പദ്ധതികളാണ് പ്രഗതി സംരംഭത്തിലൂടെ നിരീക്ഷിച്ചു വരുന്നത്. ജലസേചനം, മലിനജല സംസ്കരണം, നദീവികസനം, ഗംഗാ പുനരുജ്ജീവനം എന്നിവയുമായി ബന്ധപ്പെട്ട പദ്ധതികളാണിവ. പ്രഗതിയിലൂടെ നിരീക്ഷിച്ചു വരുന്ന 66 ജലസേചന പദ്ധതികൾക്ക് 43,583 കോടി രൂപയോളമാണ് ചെലവ് വരുന്നത്. ഇതിൽ ഒരു പദ്ധതി കമ്മീഷൻ ചെയ്തതിനു പുറമെ 9 പദ്ധതികൾ നടപ്പാക്കലിന്റെ വിവിധ ഘട്ടങ്ങളിലുമാണ്. 27 ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട 126 പ്രശ്നങ്ങളാണ് പ്രഗതിയുടെ പരിഗണനയിൽ വന്നത്. ഇതിൽ 106 എണ്ണം പരിഹരിക്കാൻ സാധിച്ചതിനു പുറമെ 20 പ്രശ്നങ്ങൾ സൂക്ഷ്മമായി അവലോകനം ചെയ്തു വരികയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. കരട് വോട്ടർ പട്ടികയിലുള്ള അനർഹരുടെ പേര് നീക്കം ചെയ്യുന്നതിന് 16,007 അപേക്ഷകൾ നേരിട്ടും പേര് ഉൾപ്പെടുത്തുന്നതിന് 9,27,484 അപേക്ഷകളും ലഭിച്ചു. അന്തിമ വോട്ടർ പട്ടിക അടുത്ത മാസം 21-ന് പ്രസിദ്ധീകരിക്കും. രാജ്യസഭാ എംപിയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമായ PT ഉഷയുടെ ഭർത്താവ് വി ശ്രീനിവാസൻ അന്തരിച്ചു. 64 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട് പെരുമാൾപുരത്തെ വീട്ടിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. പൊന്നാനി സ്വദേശിയായ വി ശ്രീനിവാസൻ മുൻ കബഡി താരവും CISFലെ മുൻ DYSPയുമായിരുന്നു. വി ശ്രീനിവാസന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. ഇന്ന് ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം. കുഷ്ഠരോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും രോഗനിർണയവും ചികിത്സയും പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് എല്ലാ വർഷവും ജനുവരി 30-ന് ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കുന്നത്. രാജ്യമെമ്പാടും ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നാളെ നടക്കുന്ന ഇന്ത്യ ന്യൂസിലൻഡ് 2020 ക്രിക്കറ്റ് മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ സുരക്ഷാ സന്നാഹങ്ങൾ ശക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. നാളത്തെ ഇന്ത്യ ന്യൂസിലൻഡ് ക്രിക്കറ്റ് മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളം, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, ടീം അംഗങ്ങൾ താമസിക്കുന്ന ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ സുരക്ഷ വിലയിരുത്താൻ ദക്ഷിണ മേഖല IG-യുടെ നേതൃത്വത്തിൽ സ്റ്റേഡിയത്തിൽ ഉന്നതതല യോഗവും ചേർന്നു. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഇന്നും നാളെയും റെഡ് സോണായി പ്രഖ്യാപിച്ച് ഇവിടെയും പരിസരത്തും ഡ്രോൺ ക്യാമറകൾ, ഡ്രോണുകൾ, ലേസർ ബീം ലൈറ്റുകൾ എന്നിവ നിരോധിച്ചിട്ടുണ്ട്. നാളെ മത്സരം കാണാൻ എത്തുന്നവർ സ്വകാര്യ വാഹനങ്ങൾ പരമാവധി ഒഴിവാക്കി മത്സരത്തോട് അനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ള പ്രത്യേക സർവീസുകൾ ഉപയോഗിക്കണമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷനും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അൽസാജ്, വേൾഡ് മാർക്കറ്റ് തുടങ്ങിയിടങ്ങളിൽ നിന്ന് അസോസിയേഷൻ സൗജന്യ ഷട്ടിൽ സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ടിക്കറ്റ് ഉള്ളവരെ മാത്രമേ കാര്യവട്ടത്ത് പ്രവേശിപ്പിക്കൂ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വഡോദരയിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു UP വാരിയേഴ്സിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്ത്യയ്ക്കും യൂറോപ്യൻ യൂണിയനുമിടയിലെ സ്വതന്ത്ര വ്യാപാര കരാർ ബഹുരാഷ്ട്ര കേന്ദ്രീകൃത രീതിയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നതായി UN മേധാവി അന്റോണിയോ ഗുട്ടറസ്. അന്താരാഷ്ട്ര പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ഏതെങ്കിലും ഒരു രാജ്യത്തിന് മാത്രമായി കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര നാണയനിധിയും സ്വതന്ത്ര വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്തു. ആഗോള രംഗത്തെ വ്യാപാര പ്രതിസന്ധികൾക്കിടയിലും പ്രായോഗികമായ വ്യാപാര കരാറുകൾ രൂപം കൊള്ളുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇതെന്നും IMF വ്യക്തമാക്കി. രണ്ടാമത് ഇന്ത്യ അറബ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ സൊമാലിയ വിദേശകാര്യമന്ത്രി അബ്ദുസലാം അലി ന്യൂഡൽഹിയിലെത്തി. ഇന്ത്യയും സൊമാലിയയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ 4 മാവോയിസ്റ്റുകൾ ഇന്ന് കീഴടങ്ങിയ മാവോയിസ്റ്റുകളിൽ 2 വനിതകളും ഉൾപ്പെടുന്നു. 8 ലക്ഷം രൂപ സർക്കാർ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്ന മാവോയിസ്റ്റുകളാണ് കീഴടങ്ങിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 78ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാജ്യത്തിന്റെ ശ്രദ്ധാഞ്ജലി. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജ്ഘട്ടിലെത്തി ഗാന്ധിജിക്ക് ആദരം അർപ്പിച്ചു. ആഗോള സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും രാജ്യം അതിവേഗം മുന്നേറുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറ്റന്നാൾ പാർലമെന്റിൽ അവതരിപ്പിക്കും. അസമിലെ ദിബ്രുഗഡിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ.
സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കാൻ ഇന്നുകൂടി അവസരം. ഇന്ത്യ ന്യൂസിലൻഡ് ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ തിരുവനന്തപുരത്ത്. ഇന്ത്യയ്ക്കും യൂറോപ്യൻ യൂണിയനുമിടയിലെ സ്വതന്ത്ര വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്ത് UN മേധാവി ആന്റോണിയോ ഗുട്ടറസ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.